നമ്മൾ ആരോടാണെങ്കിലും എപ്പോഴാണെങ്കിലും ഒരു കാര്യം ചെയ്യരുത്, അല്ലെങ്കിൽ അത് മോശമാണ്, അല്ലെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയായി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എത്രമാത്രം നിർബന്ധിക്കുന്നുവോ അത്രമാത്രം അവർ ആ പരിപാടിക്ക് തന്നെ പോകും. നിങ്ങളത് ചിന്തിച്ചു നോക്കിയേ. പലരോടും നമ്മൾ അതിലെ പോയാൽ ശരിയല്ല, അങ്ങനെ ചെയ്താൽ ശരിയല്ല എന്ന് പറഞ്ഞാലും ചിലർ മാത്രം അത് കേൾക്കും. ചിലർ ആ പറഞ്ഞ നമ്മുടെ വാക്കുകളെ അവർ കേൾക്കുക പോലുമില്ല, അവർ ആ വഴി തന്നെ പോകും. ഉദാഹരണങ്ങൾ ഒത്തിരിയുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ഒത്തിരി പേരെ നമുക്ക് കാണാം. ഒത്തിരി പേര് ഉപദേശിക്കുകയും ഒത്തിരി പേര് പക്ഷേ പലപ്പോഴും അവർ ആ വാശി കൊണ്ട് അവരെ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിപ്പെടുക തന്നെ ചെയ്യും കേട്ടോ. അത് വേറൊരു കാര്യമാണ്. നമ്മളീ പോകണ്ട, അല്ലെങ്കിൽ നമ്മൾ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത് എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും നമ്മുടെ ഉദ്ദേശം നല്ലതാണെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ചിലർ രക്ഷ പറഞ്ഞതിൽ കുശുമ്പ് കൊണ്ടും ചിലർ പറയും. അപ്പം അവരെന്നാ കാണിക്കും, അവർ ആ വഴി തട്ടിത്തെറിപ്പിച്ച് മറ്റുള്ളവർ പറയണമെന്ന് കേൾക്കാതെ അവർ മുന്നോട്ട് പോയിട്ട് അവർ നല്ല നിലയിലെത്തി മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കും. അതൊരു കോൺഫിഡൻസ് ഭയങ്കരമാണ് അല്ലേ. അപ്പം ഭയങ്കര ഒരു അഭിമാന ബോധമായിരിക്കും, ഞങ്ങൾ നല്ല നിലയിലെത്തിയല്ലോ, അല്ലെങ്കിൽ ഞാൻ നല്ല നിലയിലെത്തിയല്ലോ എന്നൊരു അവസ്ഥ. അത് മിക്ക മനുഷ്യർക്കും ഉണ്ട് കേട്ടോ. ആരുടെയാണ് നമ്മൾ ഈ വിവാഹബന്ധം തന്നെ ഒന്ന് വിചാരിച്ച് നോക്കി. പലരും പ്രേമവിവാഹത്തിനൊക്കെ എതിര് നിൽക്കുമെങ്കിലും അവർ തട്ടിത്തെറിപ്പിച്ച ആ വിവാഹബന്ധത്തിൽ ഏർപ്പെടുകയും അവർ വിജയിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അവരെ പുകഴ്ത്തി പറയും ഇല്ലേ. അവരഭിമാനത്തോടെ നടക്കുക. പരാജയപ്പെട്ടു പോയാൽ പെട്ടുപോയി ഇല്ലേ. ശരിയാണെന്ന് നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ ഒത്തിരി പേർക്ക് പറ്റുന്ന കുഴപ്പങ്ങളൊക്കെ ഇത് ഒന്ന് ചിന്തിക്കട്ടോ.